നമസ്കാരം. കുട്ടികൾക്ക് വിദ്യയിൽ പഠനത്തിൽ കുട്ടികൾ 1-ാം ക്ലാസ് തൊട്ട് പഠനത്തിൽ മോശമാകുകയോ അല്ലെങ്കിൽ പഠനത്തിൽ ഉയർച്ചയില്ലാതെ വരികയോ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് മാതാപിതാക്കൾക്ക്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വിദ്യയിൽ ഉയർച്ച വന്നു ചേരാനായിട്ട് ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകളെന്ന് പറയുന്നത് കാരണം പഠനത്തിൽ കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരേ ഐക്യം ആയിരിക്കില്ല. അപ്പോൾ പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മക്കുറവുണ്ടാവാം, പഠനത്തിൽ വേണ്ട രീതിയിൽ പ്രശോഭിക്കാൻ പറ്റാതെ വരാം. വിദ്യാദായിനിയും അഭീഷ്ടപ്രദായിനിയുമായ വാണീദേവിയുടെ വരദാനമുള്ളവർക്ക് മാത്രമേ വിദ്യയിൽ ഉയർച്ചയും ഉന്നത പഠനവും നല്ല തൊഴിലും എല്ലാം ലഭിക്കാൻ സാധ്യമാകുകയുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ വിദ്യയ്ക്കൊരു തടസ്സവുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് സരസ്വതീ സ്തോത്രം, സാരസ്വത കൃതം കൊടുക്കാം. സരസ്വതീ സ്തോത്രം നിത്യവും കുട്ടികൾ ഇപ്പോൾ വായിക്കാൻ അറിയാത്ത കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് അമ്മമാർ മടിയിലിരുത്തിയിട്ട് സാരസ്വത സ്തോത്രം ദിവസവും കേൾപ്പിച്ചു കൊടുക്കുക, പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുക. കുട്ടികൾ അങ്ങനെ കേട്ട് 2-3-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ പഠിക്കും. അങ്ങനെ നിത്യവും നിങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ സൗന്ദര്യലഹരി, ശ്രീ ശങ്കരാചാര്യരുടെ വിരചിതമായിട്ടുള്ള സൗന്ദര്യലഹരി വിദ്യാമണ്ണം തന്നെ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് 65-ാമത്തെ ശ്ലോകം നിങ്ങൾ കുട്ടിയെ കൊണ്ട് പാരായണം ചെയ്യിക്കാനൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ അമ്മമാർ സാരസ്വത സ്തോത്രവും ഈ സൗന്ദര്യലഹരി 65-ാം ശ്ലോകവും അത് സംസ്കൃതം ആയതുകൊണ്ട് കുട്ടികൾ പറയുമ്പോൾ തെറ്റും. അപ്പോൾ അമ്മമാർ അത് പാരായണം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുട്ടികളെ മടിയിലിരുത്തി കേൾപ്പിച്ച് അക്ഷരത്തെറ്റില്ലാതെ ഒരു 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും അക്ഷരത്തെറ്റില്ലാതെ കുട്ടികളത് പാരായണം ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി കുട്ടികൾക്ക് വിദ്യയിൽ ഉയർച്ചയും ബുദ്ധി വികസിക്കുകയും നല്ല തരത്തിലുള്ള ഒരു പ്രമോഷൻ അവരുടെ പഠനത്തിൽ വന്നു ചേരും. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും.